നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ മൈനിങ് ഏരിയ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ മൈനിങ് ഏരിയ നല്ല ഭംഗിയുള്ള രീതിയിലാക്കണം. കഴിഞ്ഞ എപ്പിസോഡ് ചെയ്യാൻ വെച്ചാൽ നെതർ പോർട്ടൽ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആദ്യം മൈനിങ് ഏരിയ. ഞാനിത് കുറച്ച് കുഴിച്ചു വെച്ചിട്ടുണ്ട്, ഒരു 15 വരെ. ഇതാണ് അയൺ ലെവല്. പിന്നെ ഞാൻ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വീണ്ടും കുളിക്കാൻ പോവാം അങ്ങോട്ട്. ആദ്യം അത് കുളിച്ചിട്ട് വരാം ഡയമണ്ട് ലെവൽ വരെ. അപ്പോൾ ഡയമണ്ട് ലെവൽ വരെ മൈൻ ചെയ്തിട്ടുണ്ട്. അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്ന് കഴിഞ്ഞു. -57 വരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ അയൺ ലെവലൊരു സ്റ്റോറേജും സെറ്റ് ചെയ്യണം. ഇത് ഞാൻ എപ്പോഴോ മൈൻ ചെയ്ത സ്ഥലമാണ്. അവിടെ മറ്റേതൊരു സ്ഥലമില്ലേ, സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലം, ഇതിന്റെ പേര് ഞാൻ മറന്നു. ഇനി നമുക്ക് ഈ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. അപ്പൊ അത് ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒപ്പിച്ചിട്ട് വരാം. അപ്പൊ ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഇവിടെ കോക്ക് ലോഗ് വെക്കണം, ഒരു 3 ഗ്യാപ്പ് ഇട്ടിട്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കും അടുത്തത്. ഇനി ഇവിടെ ഇതേപോലെ തന്നെ താഴെ വരെ ചെയ്തിട്ട് വരാം. അതും കഴിഞ്ഞു. ഇനി ഇവിടെയും കൂടി ഒന്ന് വെക്കാം. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എങ്ങനെ ഇരിക്കണം നോക്കണ്ട, ഇത് ഞാൻ ഇതിനും ഭംഗി വെക്കും. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഇവിടുത്തെ പണി കണ്ടിന്യൂ ചെയ്യാം. ഇവിടുത്തെ ഹൈറ്റ് ഒന്ന് കൂട്ടണം. പിക്കാക്സ് വെട്ടി കൊറേ അയണായി കളയണം വെറുതെ. നമുക്ക് ഇപ്രാവശ്യം കോപ്പറോണ്ട് ഉണ്ടാക്കാം. ഈ സീരീസ് തുടങ്ങിയപ്പോ ഞാൻ കോപ്പറോണ്ട് ടൂൾസും ഉണ്ടാക്കിയിട്ടില്ല. കോപ്പർ ആണെങ്കിൽ എൻ്റെ കയ്യിൽ കുറെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കാം. വെറുതെ ഇതിന് അയൺ കളയണം. കോപ്പർ ഇത് സ്മെൽറ്റ് ചെയ്യാം ആദ്യം. അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതോടെ നമുക്ക് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് താഴെ വരെ ചെയ്തിട്ട് ഞാൻ വരാം. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും അടിയിലും സ്റ്റെയർ വെക്കണം. അപ്പോൾ മുകളിലും അടിയിലും സ്റ്റെയർ വെച്ചിട്ട് വരാം. ഇവിടെ അടിയിൽ സ്റ്റെയർ വെച്ചിട്ടുണ്ട്, മുകളിൽ ഞാൻ സ്റ്റെയർ വെക്കണില്ല. അപ്പൊ മുകളിൽ സ്റ്റെയർ വെച്ചാൽ വീണ്ടും ഇതിന്റെ ഹൈറ്റ് കുറയും. നമുക്ക് സ്റ്റെയർ വെക്കാണ്ട് ഇവിടുത്തെ ബ്ലോക്കുകൾ മാറ്റാം. ബ്ലോക്ക് മാറ്റിയിട്ട് ടഫും ആൻഡസൈറ്റും കോബിൾ സ്റ്റോണൊക്കെ വെക്കാം ഈ ബ്ലോക്കിന് പകരം. അതായിരിക്കും നല്ലത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങാം. അപ്പൊ ഇത് ഞാൻ താഴെ വരെ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും ഡിസൈൻ. ഇത് അവിടെ വരെ ചെയ്ത ഭംഗി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതാണെങ്കിൽ ഇവിടുത്തെ തീമിനായിട്ട് മാച്ച് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും താഴെ വരെ ചെയ്തിട്ട് വരാം. ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇതിൽ കൂടെ കയറാനും ഇറങ്ങാനും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ. ഞാൻ മോളിക്കൊന്ന് കയറി കാണിച്ചു തരാം കേട്ടാ. കണ്ട നല്ല രസമില്ലേ? അപ്പൊ നമ്മുടെ മൈനിങ് ഏരിയയുടെ പണി കഴിഞ്ഞു. ഇനി സ്റ്റോറേജ്. ആദ്യം നമുക്ക് മൈനിൽ എത്ര ബ്ലോക്ക് കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പൊ എൻ്റെ ഓർമ്മയിലുള്ള ബ്ലോക്കൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോണ്, കോബിൾ സ്റ്റോണ്, ആൻഡസൈറ്റ്, ഡയറൈറ്റ്, ഗ്രാനൈറ്റ്, ടഫ്, കോബിൾട്ട്, ഡീപ് സ്ലൈറ്റ്. ഓറുകളായിട്ട് കോൾ ബ്ലോക്ക്, അയൺ ബ്ലോക്ക്, കോപ്പർ ബ്ലോക്ക്, ലാപ്പിസ് ബ്ലോക്ക്, ഗോൾഡ് ബ്ലോക്ക്, റെഡ് സ്റ്റോൺ ബ്ലോക്ക്. അപ്പൊ ഇത്രയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പറയാ. ആദ്യം ചെസ്റ്റ് വയ്ക്കാൻ സ്പേസ് ഉണ്ടാക്കുക. ഇനി ഇവിടെ ഫ്ലോറൊക്കെ ഒന്ന് മാറ്റാം.
ഇനി നമുക്ക് ചെസ്റ്റ് വെക്കാം. എത്ര ചെസ്റ്റ് വേണം? 2, 4, 6, 8, 30, 32 എണ്ണി. ഇവിടെ താഴത്ത് മാത്രം, മുകളിലേക്ക് വെക്കണത് എണ്ണിയില്ല, പൊട്ടാൻ. ചെസ്റ്റ് വെക്കാന്ന് പറഞ്ഞ് ഞാൻ ഫുള്ള് ബിൽഡ് കംപ്ലീറ്റ് ചെയ്തു. കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ചെസ്റ്റ് റൂം. അപ്പൊ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാം. ഒരു ക്രീപ്പർ അല്ല, അത് ബാക്കിൽ നിൽക്കാണ്. ആദ്യം ഒരു ഡയമണ്ട് പിക്കാക്സ് വേണം. അതിന് 3 ഡയമണ്ട് വേണം. പഴയ മൈനിങ് ഏരിയയിൽ ഞാൻ ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്യാൻ പോയപ്പോ കുറച്ച് ഡയമണ്ട് കണ്ടായിരുന്നു. അപ്പൊ ഒരു 5 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. അപ്പോൾ 10 മൈൻ ചെയ്തു. 10 അല്ല 11. അപ്പൊ നമുക്ക് ഇതൊന്നും ഇവിടെ വെച്ചിട്ട് ലൈറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ കേട്ടാ. ഇനി ഇതൊന്ന് ലൈറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് ലൈറ്റ് ചെയ്ത് വെറുതെ ഒന്ന് കയറി നോക്കാം, ഏത് ബയോമ കിട്ടണേന്നറിയാൻ. ലൈറ്റ് ചെയ്തോ, നിന്ന് വെറുതെ കയറി നോക്കാം. സോൾ സാൻഡ് ആണെന്ന് തോന്നണു. അവിടെ ചിലപ്പോ ഹാപ്പി ഗാസ്റ്റിന്റെ മറ്റേ ചെറുതുണ്ടാവും, എന്ത് പറയാ, ഡ്രൈ, അതുണ്ടാവും. വലിയ സീനില്ലാത്ത സ്പോണാന്ന് തോന്നണു. അവിടെ വേറെ പയ്യോന്നുണ്ട്. ഓടച്ചോനെ കൊല്ലല്ലേ, ഞാൻ പോയി. ഇനി നമുക്ക് ഇത് അടുത്ത എപ്പിസോഡിൽ കയറി എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അടുത്ത എപ്പിസോഡ് ഞാൻ എത്രയും പെട്ടെന്ന് ഇടാൻ നോക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം.